അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യത്തെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ കൂടെ തന്നെ നമുക്ക് നല്ല കുറേ ലക്ഷ്യബോധങ്ങളുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എത്തണം, നല്ലപോലെ അധ്വാനിക്കണം, നല്ലപോലെ എഫേർട്ട് ഇടണം, ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ സ്വപ്നങ്ങളൊക്കെ കാണും അല്ലേ? അപ്പോൾ പക്ഷേ ഇതിനൊരു കൊനിഷ്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളിതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്ത കുറച്ച് നെഗറ്റീവ് പീപ്പിൾസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. സമയം ആരുടെ മുന്നിലും കാത്തു നിൽക്കില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നത് കറക്റ്റ് സമയത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പോയി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. കുറച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കണം. നമ്മൾ ഈ യൂണിവേഴ്സിൽ വന്നത് തന്നെ അത് ആർക്കും നമ്മൾ കല എഴുതി കൊടുത്തിട്ടൊന്നുമല്ല. അവർ പറയണ പോലെ ജീവിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിൽ ജീവിക്കാനും ഒന്നും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല നമ്മളൊരു ബോണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് നമ്മളെ പടച്ചവനല്ലേ, നമ്മളെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലേ? അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ. കഷ്ടപ്പെട്ട് ഉയരങ്ങളിൽ എത്തിപ്പെടണം എന്നാണ്. പക്ഷേ നമുക്ക് വേണ്ടത് സമയമാണ് അല്ലേ? സത്യം പറഞ്ഞാൽ കുഞ്ഞാവിനെ ഉറക്കുന്ന സമയത്താണ് ഒരു വീഡിയോ എങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊന്ന് മോണിറ്റൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെടുന്ന കഷ്ടപ്പാടിന് കയ്യും കണക്കുമില്ല കേട്ടോ. അത് ഞാൻ എഫേർട്ട് ഇടാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഞാൻ വില്ലിങ് ആണ്. അതുപോലെ തന്നെ ഞാൻ വെറുതെ അത് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ കൂടുതൽ വലിച്ചയക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എഫേർട്ട്, നമ്മുടെ അധ്വാനം, നമ്മുടെ കർമ്മം, അതിൻ്റെ ബലമായിട്ടാണ് നമുക്ക് എന്താണ് വിധിച്ചിരിക്കണതെന്ന് ഉള്ളത് അല്ലേ? അപ്പം കുറേയൊക്കെ താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തോരം എഫേർട്ട് ഇടോ, എന്തോരം അധ്വാനിക്കുക, അപ്പോൾ ദൈവത്തിന് തോന്നും അവൾ കുറേ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാം എന്ന് ദൈവത്തിന് തോന്നും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് എന്തായാലും നിങ്ങൾക്ക് എത്താൻ പറ്റും. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് അത് എന്തെങ്കിലുമൊക്കെ ദൈവം സാധിച്ചു തരുമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയല്ലോ, ഇപ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്, നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നോ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നോ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും എന്ന് നമുക്ക് നമ്മൾ കുറേ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എഫേർട്ട് ഇടുമ്പം നമ്മുടെ കൂടെ കുറേ കൊനിഷ്ടുകളും കാണും. ഇങ്ങനെ പറയും, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കും, എൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നമ്മുടെ വഴി തടസ്സപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം അവരുടെ വർത്തമാനമൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് അവർ പറയണം അന്ന് നിങ്ങൾ കേൾക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിൽ എഫേർട്ട് ഇടാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നത്? നിങ്ങൾ മുന്നോട്ട് പോകുക, അതിനെയൊക്കെ ചവിട്ടി താഴ്ത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിത് ഇതിൽ കൂടുതലായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന് ഉദാഹരണം ചെയ്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു പൂന്തോട്ടത്തിൽ എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പൂന്തോട്ടത്തിൽ പൂക്കൾ മാത്രം അല്ലേ, ആ പൂന്തോട്ടത്തിൽ പൂക്കൾ മാത്രം ആസ്വദിക്കുന്നതായിരിക്കും നമുക്കിഷ്ടം. പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ടീമുകൾക്ക് അതിനകത്ത് എത്ര മുള്ളുണ്ട് എന്നായിരിക്കും അവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫാണ് അല്ലേ? നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല, അതല്ലേ കറക്റ്റ്? അപ്പം നമ്മുടെ സമാധാനത്തിന് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ നെഗറ്റീവ് പീപ്പിൾസിൽ നിന്ന് നിങ്ങൾ കുറച്ച് അകലം പാലിക്കുന്നതായിരിക്കും ഏറ്റവും വലിയൊരു മാർഗ്ഗം. അവർ എന്തെങ്കിലും വിനിമയങ്ങൾ നിങ്ങളുമായിട്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എനിക്ക് അറിയാം, എൻ്റെ അഭിപ്രായമാണത്, ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, അതെൻ്റെ അഭിപ്രായമാണ്, അത് മറ്റുള്ളവർക്ക് ഞാനത് എഴുതി തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ഈ ഒറ്റൊരു വാക്കിൽ നിങ്ങൾ നിർത്തുക. കൂടുതലായിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഗായ്സ്, ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഒരാളോടും നമ്മൾ ഷെയർ ചെയ്യരുത്. ഒരാളോട് നമ്മൾ ഷെയർ ചെയ്ത് നമുക്കിവിടെ എത്തണം, നമ്മൾ അവിടെ എത്തും, നമുക്ക് കുറേ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾക്ക് എത്തണം, നമ്മളിൽ എത്തും എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതൊരിക്കലും നിങ്ങൾ മറ്റൊരു പേഴ്സൻ്റെ അടുത്ത് ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഇതായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾ തീർന്നു ഗൈസ് എന്ന് വേണം നിങ്ങൾ വിചാരിക്കുക. അപ്പം
ഇതാണ് നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. ഈ ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടുക അത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതും കൂടെ അവർക്കൊന്നിനും പറ്റുന്നില്ല. അപ്പം നമ്മളെ അവരുടെ ഒരു വഴിക്ക് കൊണ്ടുപോവുക എന്നായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കുറേ നമ്മളെ പോസിറ്റിവിറ്റി മാത്രം പരിഗണിക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഗൈസ്, എൻ്റെ ഇടയിൽ ഒരു നല്ല കുറച്ച് ആൾക്കാർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റിവിറ്റി മാത്രം. ഞാനൊരു സമയത്ത് എനിക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് തകർന്നു നിന്ന അവസ്ഥകളുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ ഇനി മുന്നോട്ട് പോകും, എങ്ങനെ ഇനി ജീവിക്കും എന്നൊക്കെ വിചാരിച്ച് തകർന്നു പോയ പല അവസ്ഥകളും ഉണ്ട്. അപ്പോൾ എനിക്ക് വിരലിൽ എണ്ണാവുന്ന നല്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാത്തിനും ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ബാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഉപദേശം അത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ഞാനിങ്ങനെ തകർന്നു നിന്ന സമയത്ത്, നിനക്ക് പറ്റും, നിന്നെക്കൊണ്ട് സാധിക്കും, ഇനി നീ നന്നായിട്ട് മുന്നോട്ട് പോവുക, നീ നന്നായിട്ട് നിൻ്റെ ലക്ഷ്യത്തിലോട്ട് നീ പോവുക, നീ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, നീ നല്ല കാര്യങ്ങൾ, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ സന്തോഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതൊക്കെ പറയുന്ന ഫ്രണ്ട്സല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനത്തെ പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഫ്രണ്ട്സുകളെ നിങ്ങൾ കൂടുതലായിട്ട് അവരുമായിട്ട് കൂടുതലായിട്ട് നിങ്ങളടുത്ത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡിനെ കുറച്ചുകൂടെ നടത്തുക. അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ നിന്ന്, നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കോളും. നമ്മുടെ ജീവിതം ഓരോന്നോരോന്നായിട്ട് നശിക്കും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇതെല്ലാം ക്ലോസ് ആവും. എനിക്കൊരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മണി ഏൺ ചെയ്യുന്ന കുറേ ആപ്സുകളുണ്ട്. അപ്പോൾ എനിക്ക് നടന്ന സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് എങ്ങനെ പോന്നാലും നല്ല രീതിക്ക് അതിനകത്ത് നിന്ന് എമൗണ്ട് ഞാൻ വിഡ്രോ അടിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഞാൻ കുറേ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് ഞാൻ കരുതുന്ന ഒന്നാണ് ഗൈസ്. കാരണം നമുക്ക് കിട്ടിയ ഒരു കാര്യം പോലും നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ലോസ്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതല്ല, എനിക്ക് പിന്നെ ഒന്നും കിട്ടാണ്ടായി, കുറേ നാളത്തേക്ക് ഒന്നും കിട്ടാണ്ടായി. പിന്നെയും ഞാനും ഇങ്ങനത്തുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നെഗറ്റീവൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒഴിഞ്ഞൊക്കെ കളയും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒഴിച്ചിലും പഴിച്ചിലൊക്കെ കാണിക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ തലയ്ക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞ് കത്തിച്ച് കളയുകയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊരിതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഏറ്റവും വലിയ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം മറ്റുള്ളവർ നന്നാവട്ടെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യണം. പക്ഷെ അവർ ചിന്തിക്കണത്, ഇത്രയും എമൗണ്ടോ, ഇത്രയും അവളെങ്ങനെ എടുത്തു, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ, നിങ്ങൾ സക്സസ്സിലോട്ട് പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം, അല്ലെങ്കിൽ എടുക്കേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അവർക്ക് കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും പിന്നെ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാശത്തിലോട്ട് പോകും, അവരങ്ങനെ മാത്രമേ തിങ്ക് ചെയ്യാറുള്ളൂ. നമുക്കറിയാം അത് ചെയ്താൽ നന്നാവും നമുക്കറിയാം. എന്നാലും പക്ഷേ അവരതിൽ കുറേ നെഗറ്റീവ് കണ്ടുപിടിക്കും. അതങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ടുണ്ട്. അങ്ങനത്തുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ ലക്ഷ്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.